പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പകൽക്കാലം ക്രിസ്തുവിന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? എത്ര പേർ അപകടങ്ങൾ മുഖാന്തരം, രോഗക്ഷീണങ്ങൾ മുഖാന്തരം ഭവനങ്ങളിൽ, ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവിനെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ വചനം കേൾക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കാലഘട്ടത്തിൽ അടിമയായി കൂട്ടിക്കൊണ്ട് പോയവരിൽ സ്തോത്രം 3 ബാലന്മാരായിരുന്നു. ശദ്രക്, മേശക്, അബേദ്നെഗോ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. ഒരു ബിംബം നിർത്തുന്നു, അതിനെ നമസ്കരിക്കുവാൻ പറയുന്നു. പക്ഷേ കർത്താവിനെ വ്യക്തമായി മനസ്സിലാക്കിയ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ പൈതൽ, കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന പൈതൽ, ഹല്ലേലൂയ, ഒരിക്കലും ഞാൻ ദൈവത്തെ വിട്ടു മാറത്തില്ല, സ്തോത്രം, ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിനെ സ്നേഹിക്കത്തില്ല എന്ന് ഹല്ലേലൂയ ജീവിതത്തിൽ തീരുമാനമെടുത്ത ഈ ബാലന്മാർ കർത്താവിനെ മാത്രം ആരാധിക്കുന്ന, കർത്താവിനെ മാത്രം സ്തുതിക്കുന്ന, ക്രിസ്തുവിന് മാത്രം സ്ഥാനം കൊടുക്കുന്ന ഭാഗമാണ് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, തീയുടെ അനുഭവത്തിൽ കൂടെ പോകുന്ന വ്യക്തി ജീവിതമേ പലപ്പോഴും പല ക്വസ്റ്റ്യൻ മാർക്കുകൾ. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ഇവിടെ ഇതിൽ പോകാതിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് ലഭിച്ചേനെ. ഈ കൂട്ടായ്മ നീ പങ്കെടുക്കാതിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിലേക്ക് നീ തലവെച്ചു കൊടുക്കാതിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളായിരുന്നു. എന്തുകൊണ്ട് നീ പോയി? ഹല്ലേലൂയ. നിന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, തീയുടെ അനുഭവത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും കടത്തിവിട്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഈ ബാലന്മാർ പിടിച്ചു നിന്നതുപോലെ ഹല്ലേലൂയ 4-മനായി ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങിയതുപോലെ തന്നെ, ഹല്ലേലൂയ, പലപ്പോഴും ഉപദ്രവങ്ങളാകട്ടെ, സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളാകട്ടെ, നമ്മോട് കൂടെയുള്ളവർ ഹല്ലേലൂയ കുറ്റം പറയുന്ന ഹല്ലേലൂയ തരത്തില് ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിൽ, ഹല്ലേലൂയ, നാം പറഞ്ഞ കാര്യമല്ല, നാം ചിലപ്പോ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല, നീ അത് ചെയ്തു, നീ അത് സംസാരിച്ചു എന്ന് നമ്മെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആ മുള്ളിന്റെ അനുഭവത്തിൽ നിന്ന് അതിൽ 4-മനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരുവാൻ സാധിക്കും. അത്രയും ദൈവസന്നിധിയിൽ വിശ്വാസമുള്ള, അത്രയും ദൈവത്തോട് പറ്റിയിരിക്കുന്ന, അത്രയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ ജീവിതത്തിൽ തീച്ചൂളയുടെ അനുഭവം കടന്നു വരുമ്പോ അതിൽ 4-മനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, ദൈവികമായ ഒരു സാന്നിധ്യം നാം അനുഭവിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ സന്നിധിയിലുള്ള കരുതൽ നീ അനുഭവിക്കുന്ന വ്യക്തിയാണോ? ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ശൂന്യതകൾ നോക്കി നീ ഹല്ലേലൂയ ഭയപ്പെടേണ്ട കേട്ടോ. തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിന്നെ ഹല്ലേലൂയ ദൈവം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നീ ഒന്ന് ഇറങ്ങി നോക്കിക്കേ. ഒരിക്കലും തീച്ചൂള വേണ്ടെന്ന് പറയരുത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ തീച്ചൂളയുടെ അനുഭവങ്ങൾ വരുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഒരു വ്യക്തിയോട് പറയുവാൻ സാധിക്കത്തില്ല. പക്ഷെ ദൈവത്തോട് നീ നേരിട്ട് ഉയരങ്ങളിലേക്ക് നീ കണ്ണുകൾ ഉയർത്തുവാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുമ്പടയും പിമ്പടയും ഉണ്ടായിരിക്കും. ചൂടമന ഹന്തരാര ഭക്ഷ്യാരവ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ദൈവസന്നിധിയില് ദാനിയേൽ എന്ന ബാലൻ കിളിവാതിലുകൾ തുറന്ന്
ഈ വചനത്തിൽ കൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഞാൻ ഇടവിടാതെ സേവിച്ചു വരുന്ന എന്റെ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലയോ, ഞാൻ എന്റെ കർത്താവിനെ വിട്ടു മാറത്തില്ല എന്ന ഉറച്ച തീരുമാനം പ്രിയ ബാലന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ ഹല്ലേലൂയ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടോ? ഹല്ലേലൂയ. ഇരുമനസ്സുള്ള മനുഷ്യൻ ഏതു വഴികളിലും അസ്ഥിരനാണ്. സ്തോത്രം. ഒരു വ്യക്തി പറയുമ്പോൾ അങ്ങോട്ട് പോകും, മറ്റേ വ്യക്തി പറയുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമനാകാതെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്ക്. എന്റെ കർത്താവ് അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. ദൈവസന്നിധിയിൽ ദിവസങ്ങൾ വേറിട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഉപവസിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് വെറുതെ ആകത്തില്ല. കൂട്ടു സഹോദരൻ നിന്നെ കളിയാക്കിയേക്കാം, കൂടെയുള്ള വ്യക്തികൾ നിന്നെ കളിയാക്കിയേക്കാം. ഹല്ലേലൂയ. ഇത്രയും വർഷമായില്ലേ നീ ഇതിൽ കൂടിയിട്ട്, എന്തുണ്ടായി നിന്റെ ജീവിതത്തില്? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അതൊന്നും കേട്ട് നീ ഹല്ലേലൂയ കുലുങ്ങിപ്പോകണ്ട കേട്ടോ. അതൊന്നും കേട്ട് നീ വിഷാദപ്പെടേണ്ട കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്ക്. ചൂടമന ഹന്തരാര വൗക്ഷിയാരവ അത്തിച്ചൂളയുടെ നടുവില് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങണമെങ്കിൽ ആ ബാലന്മാര് ക്രിസ്തുവായിട്ടുള്ള അഭേദ്യമായ ബന്ധം എത്രത്തോളമായിരുന്നു. സ്തോത്രം. ഒരു അനുഗ്രഹം, ഒരു സമൃദ്ധിയുടെ അനുഭവം കിട്ടുമ്പോഴല്ല കർത്താവിന്റെ സന്നിധിയിൽ എടുത്തു വരേണ്ടത് കേട്ടോ. ഇല്ലായ്മയിലോ ഉള്ള അവസ്ഥയിലോ എപ്പോഴും ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം, ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ലോകത്തായിരിക്കുമ്പോ പ്രതികൂലങ്ങളുണ്ട്, തീച്ചൂളയുടെ അനുഭവങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ഉപദ്രവമുണ്ട്. ഹല്ലേലൂയ. നാം പോലും ചിന്തിക്കാതെ ഹല്ലേലൂയ പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവേ ഈ ലോകത്ത് എന്തിന് ഞാൻ ജനിച്ചു? ഇതൊക്കെ ഞാൻ അനുഭവിക്കാനാണോ കർത്താവേ ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ലേ? ഹല്ലേലൂയ. ശാരീരികമായ ഉപദ്രവങ്ങള്, മാനസികമായ ഉപദ്രവങ്ങള്, ഹല്ലേലൂയ പലപ്പോഴും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. പല ആഗ്രഹങ്ങളും മനസ്സിന്റെ ഹല്ലേലൂയ ഉള്ളിന്റെ ഉള്ളില് മറച്ചു വെച്ച് നാം പലപ്പോഴും മുന്നോട്ട് പോകാറില്ലേ? റീവന ഹന്തരാര വൗക്ഷിയാരവ. ഇന്ന് തൊട്ട് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കോ, ഉപവസിച്ചു തുടങ്ങിക്കോ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം അനുസരിച്ച്, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ മുന്നോട്ട് പോകുമെങ്കിൽ ഒരു വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. ചൂടമന ഹന്തരാര വൗക്ഷിയാരവ. ഞാനും നീയും ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കത്തില്ല, ഒരിക്കലും കാണാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ആർക്കൊക്കെ സ്തോത്രം ചെയ്യാൻ സാധിക്കും? ആർക്കൊക്കെ നന്ദി പറയുവാൻ സാധിക്കും? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ക്രിസ്തുവിന്റെ സന്നിധിയില് എത്രത്തോളം അനുഭവങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് മാറ്റുക. ഒത്തിരി ഒത്തിരി സ്വഭാവങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോ, ഒത്തിരി പ്രതികൂലങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോ, ദാനിയേലിന്റെ അനുഭവത്തിൽ കണ്ട് ഒരു വലിയൊരു ബിംബം നിർത്തി അതിനെ വീണ് നമസ്കരിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പൈതൽ ഇരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച് ഹല്ലേലൂയ മുന്നേറുവാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടും. പലപ്പോഴും സാഹചര്യം മാറുന്തോറും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാറുന്തോറും, സ്തോത്ര ഓരോ വ്യക്തികൾ നാം പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുമ്പോ അവരുടെ തീരുമാനത്തിൽ നാം ഹല്ലേലൂയ വാക്ക് കൊടുക്കരുതേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് നീ അനുസരിക്ക, ദൈവം പറഞ്ഞ വെളിപ്പാട് നീ അനുസരിക്ക, കർത്താവ് പറഞ്ഞത് മാത്രം അനുസരിച്ച് നീ മുന്നോട്ട് പോകുവാണെങ്കിൽ വിടുതലുണ്ട്. നിശ്ചയമായും ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ വെളിപ്പാട് അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എന്തിനാ നീ അധികം ഭാരപ്പെടുന്നത്? നമ്മുടെ ഭാരമെല്ലാം
സ്തോത്രം. കർത്താവിന്റെ കരത്തിൽ ഹല്ലേലൂയ വെച്ചിട്ട് നീ ഫ്രീ ആയിട്ട് പോകാനാ കർത്താവ് പറഞ്ഞേക്കുന്നേ. ആ ഭാരം വെച്ചുകൊണ്ടല്ല നിന്നോട് ഓടാൻ പറഞ്ഞിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ വരവാഗതമായ സമയം പലപ്പോഴും നാം ചിന്തിക്കാത്തതായ പ്രതിസന്ധിയിൽ കൂടെ നമുക്ക് പോകേണ്ടി വരും. നാം ചിന്തിക്കാത്തതായ പ്രതികൂലത്തിൽ കൂടെ നാം പോകേണ്ടി വരും. നാം ചിന്തിക്കാത്തതായ വാക്കുകൾ നമ്മെ വേദനിപ്പിക്കും. പലപ്പോഴും ദൈവമേ, എന്തുകൊണ്ട് ഇത്രയും ദിവസം ആരാധിച്ചിട്ട്, ഇത്രയും സത്യസന്ധമായി നടന്നിട്ട്, ഇത്രയും മാനുഷികമായി ഹല്ലേലൂയ എനിക്ക് പറ്റുന്ന രീതിയിൽ കർത്താവിന്റെ സന്നിധിയിൽ മുന്നേറിയിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് പറയുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തീയുടെ അനുഭവത്തിലാണെങ്കിൽ നിന്നെ മറ്റൊരു വ്യക്തിയായിട്ട് പുറത്തു കൊണ്ടുവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. വ്യക്തമായി എന്ന് പറയുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നീ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എന്റെ കർത്താവ് അറിയിക്കുന്ന വെളിപ്പാടുകൾ നീ പ്രാപിച്ചെടുക്കാൻ ആദ്യകാലങ്ങളിലെ പ്രാർത്ഥനയുണ്ടോ? ആദ്യകാലത്തിലെ വിശ്വാസമുണ്ടോ? ആദ്യകാലത്തിലെ ദൈവമായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? ഈ ലോകത്ത് നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. കർത്താവിന്റെ സന്നിധിയില് ദൈവരാജ്യത്തിലേക്ക്, ക്രിസ്തുവിങ്കലേക്ക്, നിത്യതയിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധി വേണോ? വേർപാട് വേണോ? കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തത പാലിക്കണം. ഈ മനുഷ്യരെ നാം പ്രസാദിപ്പിക്കാനല്ല നാം ആയിരിക്കുന്നത്. നാം ഹല്ലേലൂയ സാമ്പത്തികം മറ്റു പല കാര്യാദികളിൽ ലോകത്ത് കിട്ടുമെന്നും വിചാരിച്ച് മനുഷ്യരെ നാം പ്രസാദിപ്പിക്കരുത്. കർത്താവിനെ നീ പ്രസാദിപ്പിക്കുമെങ്കിൽ ദൈവം അത്ഭുത വഴികൾ നമുക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് നിത്യരാജ്യ അവകാശികളായി തീരുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നുകൊണ്ടും ഭാരപ്പെടരുത് കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തീയുടെ അനുഭവത്തിൽ കൂടെ നിന്നെ കടത്തിവിട്ടത് ഹല്ലേലൂയ നിന്നെ കൊന്നുകളയാനല്ല കേട്ടോ. അതിൽ ഹല്ലേലൂയ നശിപ്പിച്ചു കളയാനല്ല, നഷ്ടമായി കളയാനല്ല. എന്നെയും നിന്നെയോ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്തെങ്കിൽ വഴി നടത്തുവാൻ ശക്തനാണ്. മുന്നോട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികള് ഹല്ലേലൂയ നാം ഓരോരുത്തരിലും ദൈവം ചെയ്തെടുക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ പ്രതികൂല ശക്തികളെ മാറ്റിക്കൊണ്ട്, എല്ലാ എതിരുകളെ മാറ്റിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തതയോടെ, പുതിയ തീരുമാനത്തോടെ, പുതിയ ഉറപ്പോടെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഓരോ ഉള്ളത്ത്, ഓരോ ഹൃദയത്തെ നീ തുറന്നു കൊടുക്കുമെങ്കിൽ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കോ. നിന്നിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് ഹല്ലേലൂയ വിശുദ്ധ പകൽക്കാല ദൈവത്തെ ഹല്ലേലൂയ ആത്മാർത്ഥമായി സ്തുതിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുക, പൂർണ്ണ മനസ്സോടെ സ്തുതിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.